മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പരാതിക്കാരിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ചാറ്റിന്റെ വിശദാംശങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുന്നു. പണം വാങ്ങിയതിന്റെ തെളിവുകൾ ഈ ചാറ്റിലുണ്ട്. ഫ്ളാറ്റ് വേണമെന്ന് രാഹുൽ യുവതിയോട് ആവശ്യപ്പെടുന്നുമുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള ശക്തമായ തെളിവുകളാണ് ഇത്തവണ രാഹുലിനെ ഇങ്ങനൊരു ജയിലിലാകുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചത്. അതിൽ ഈ ചാറ്റുകൾക്ക് നിർണായക പങ്കുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? പാലക്കാട് ബിൽടെക് സമ്മിറ്റിൽ 1.5 കോടി രൂപ വിലയുള്ള ഫ്ളാറ്റ് വാങ്ങാനായി തന്നോട് പണം ആവശ്യപ്പെട്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവതിയുടെ പരാതിയിൽ കൃത്യമായി എടുത്തു പറയുന്നുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ചാറ്റിന്റെ വിശദാംശങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന് ഈ വിവരങ്ങൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതിയിലെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ അത് ശരിവെക്കുന്ന തെളിവുകൾ കൂടി അന്വേഷണ സംഘം ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇതിൽ പ്രധാനമായി അതായത് ഇവർ തമ്മിൽ എത്രത്തോളം സൗഹൃദത്തിലായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വിവരങ്ങൾ. അതായത് യുവതി രാഹുൽ തന്നെ വിവാഹം കഴിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. അങ്ങനെയാണ് 2 BHK ഫ്ലാറ്റ് വേണോ അതോ 3 BHK വേണോ എന്ന് ഒക്കെ പരസ്പരം ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2 BHK വാങ്ങിയാൽ മതിയില്ലേ എന്ന യുവതി ചോദിക്കുന്ന ചോദ്യത്തിന് 3 BHK വാങ്ങാമെന്ന് രാഹുൽ മറുപടി നൽകുന്നതായാണ് ഈ ചാറ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ഇത് ഓൺലൈനായാണ് ഇതിലെ വിവരങ്ങൾ, അതായത് ഇങ്ങനെ ബിൽടെക് സമ്മിറ്റിൽ ഫ്ലാറ്റ് വാങ്ങാനുണ്ട് എന്ന വിവരം അറിയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭാഷണത്തിൻ്റെ തുടക്കഭാഗം. അങ്ങനെ എത്രയും പെട്ടെന്ന് ഇത് സോൾഡ് ഔട്ട് ആകും, അതുകൊണ്ട് വൈകാതെ തന്നെ ഇത് മേടിക്കണം എന്ന് രാഹുൽ യുവതിയോട് പറയുന്നത് ഈ ചാറ്റിൽ വളരെ വ്യക്തമാണ്. അതിനുശേഷം അതായത് എത്രമാത്രം പ്ലാനിങ്ങോടെയാണ് ഈ പണം യുവതിയിൽ നിന്ന് രാഹുൽ കൈപ്പറ്റിയിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ചാറ്റിലെ വിശദാംശങ്ങൾ. അങ്ങനെ വാങ്ങുമ്പോൾ 3 BHK വേണം, അതിൽ നല്ല സ്പേസ് ഉണ്ട് എന്ന് രാഹുൽ നൽകുന്ന മറുപടിയും ഈ ചാറ്റിൽ വളരെ വ്യക്തമായി ഉണ്ട്. ഇതോടൊപ്പം ചില വോയിസ് ചാറ്റുകൾ കൂടിയുണ്ട്. അത് അന്വേഷണ സംഘത്തിന് യുവതി കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് SITയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ യുവതിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് ഇങ്ങനെയൊരു യുവതി, അതായത് രാഹുലുമായി അവർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ പുറത്തു വരുന്നത്. ഒരുപക്ഷെ ഇതടക്കമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നേരത്തെ തന്നെ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത ഒരു നീക്കത്തിലേക്ക് അതീവ രഹസ്യമായി അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സുപ്രധാനമായ വിവരങ്ങൾ, ഡിജിറ്റൽ തെളിവുകൾ അത് പുറത്തു വരികയാണ്. ഈ യുവതിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന സ്ക്രീൻഷോട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് ആദ്യ കേസിലെ പരാതിക്കാരിയുമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധം സ്ഥാപിക്കുകയും വിവാഹം കഴിക്കാമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തത് എന്നതാണ് ശ്രദ്ധേയം. അതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഒരേ സമയമാണ് ഈ പല ബന്ധങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കാത്തുസൂക്ഷിച്ചത്. അങ്ങനെയാണ് ഒരേ സമയം ഇവരെ ചൂഷണം ചെയ്യാനുള്ള ഒരു തന്ത്രം മെനഞ്ഞത്. അങ്ങനെയാണ് ആദ്യത്തെ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന സാഹചര്യം, അവരുടെ ഫ്ലാറ്റിലെത്തി തന്നെ അവരെ ശാരീരികമായി അതിക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സമാന സ്വഭാവത്തിലുള്ള ഒരു പരാതിയാണ് മൂന്നാമതും അന്വേഷണ സംഘത്തിൽ ലഭിച്ചത്. അതീവ രഹസ്യമായി നടത്തിയ നീക്കത്തിനൊടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുന്ന തരത്തിലേക്ക്, ജയിലറയ്ക്കുള്ളിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. അതായത് ഈ യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് SIT പറയുന്നത്. അങ്ങനെയാണ് നിന്നിൽ എനിക്കൊരു കുഞ്ഞ് വേണം, എനിക്ക് നല്ലൊരു പാർട്ട്ണറാകാൻ കഴിയില്ലായിരിക്കും, പക്ഷേ നല്ലൊരു അച്ഛനാകാൻ കഴിയും എന്ന് വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകളടക്കം തങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ 2.5 വർഷത്തോളം നീണ്ടു നിന്നൊരു ബന്ധമാണ് ഇത്. അതായത് ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നതിന് മുമ്പ് വരെ യുവതി പൂർണ്ണമായി രാഹുലിനെ വിശ്വസിച്ചിരുന്നു, രാഹുൽ വിവാഹം ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്നു. അങ്ങനെ പാലക്കാട് ബിൽടെക് സമ്മിറ്റിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെ ഒരുമിച്ച് താമസിക്കാമെന്ന രാഹുൽ മുമ്പോട്ട് കൊടുത്ത വാഗ്ദാനം അത് വിശ്വസിച്ചുകൊണ്ടാണ് ഈ സൗഹൃദം അവർ തുടർന്നു പോകുന്നത്. തുടർന്ന് ആദ്യമായി ഇങ്ങനെയൊരു പരാതി വരികയും ആ പരാതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുകയും ചെയ്തതിന് പിന്നാലെ രാഹുലിന്റെ ഫോണിൽ വിളിച്ച ഈ പെൺകുട്ടി എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ പറഞ്ഞ മറുപടി അത് തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയാണ്, തൻ്റെ
രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ്. അങ്ങനെയുള്ള വിമർശനം, അത്തരത്തിലുള്ള തെളിവുകൾ, ഇത് ഗൂഢാലോചനയാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്ന് രാഹുൽ ആധികാരികമായി ഈ പരാതിക്കാരിയോട്, മൂന്നാമത്തെ പരാതിക്കാരിയോട് പറഞ്ഞു. നാട്ടിലെത്തിയാൽ അത് കാണിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ അവർ നാട്ടിലെത്തി രാഹുലിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ഒഴിഞ്ഞു മാറുന്നത്. സുഹൃത്തുക്കളെ വിളിക്കുന്നു, അവരും ഫോൺ എടുക്കുന്നില്ല. അപ്പോഴാണ് 2.5 വർഷം നീണ്ട ബന്ധം ചതിയായിരുന്നു എന്ന് താൻ മനസ്സിലാക്കിയതെന്ന് കൂടി യുവതി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഈ യുവതി എത്രമാത്രം സൗഹൃദത്തിലായിരുന്നു, രാഹുലിനെ എത്രമാത്രം അവർ വിശ്വസിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകളടക്കം പുറത്തു വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ എത്ര കണ്ട് ഇൻവോൾവ് ആണ് എന്ന് വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലായിരിക്കുമെന്നതാണ് ശ്രദ്ധേയം. ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ പ്രധാനമായി കോടതിയിൽ വാദിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈ ഡിജിറ്റൽ തെളിവുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ പരാമർശങ്ങൾ തന്നെ ആയിരിക്കുമെന്നാണ് സൂചന. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന മൂന്നാമത്തെ പരാതിയിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു ഭാഗം സാമ്പത്തികമായി വലിയ രീതിയിലുള്ള ചൂഷണം ഉണ്ടായി എന്നതാണ്. അത് തെളിയിക്കുന്ന തരത്തിൽ ഒരു ഫ്ളാറ്റ് വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ചർച്ച പോകുന്നതിൻ്റെ ചാറ്റ് വിശദാംശങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഡാൻ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.